ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിച്ചസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ 4 മാസങ്ങൾക്ക് ശേഷം റിച്ചു സ്വന്തം അംഗൻവാടിയിലേക്ക് വരികയാണ്. അപ്പോൾ അത് റിച്ചിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അംഗൻവാടി ചെന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഫോട്ടോ. അപ്പോൾ എല്ലാവരും സ്കൂളിലൊക്കെ പോവല്ലേ, അപ്പോൾ എല്ലാവരും ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് റിച്ചു ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഈ ഒരു ഡ്രസ്സ് എൻ്റെ അമ്മ അവന് വിഷുവിന് വേണ്ടി എടുത്തു കൊടുത്തതായിരുന്നു. അപ്പോൾ നമ്മൾ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട്. മഴ പെയ്ത് പാടത്ത് വെള്ളമായ കാരണം നമ്മൾ വേറെ വഴിയിലൂടെയാണ് അംഗൻവാടിയിലേക്ക് വന്നത്. നമ്മൾ എത്തിയപ്പോൾ തന്നെ കുറച്ച് കുട്ടികളെല്ലാം അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കുറേ മാസങ്ങളായിട്ട് റിച്ചുവിൻ്റെ അംഗൻവാടിയിൽ വരാത്തത് കൊണ്ട് തന്നെ വന്നപ്പോൾ എല്ലാവരായിട്ടും മിണ്ടാനൊന്നും പോയില്ല. ആൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. വന്നപ്പോൾ തന്നെ ആളൊരു ഭാഗത്തേക്ക് ഒതുങ്ങിക്കൂടി നിൽക്കുകയായിരുന്നു. ആരായിട്ടും കമ്പനിയൊന്നും കൂടാൻ നിന്നില്ല. എല്ലാവരായിട്ടും കളിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് എല്ലാവരും മറന്നു പോയി, ഞാൻ ആരായിട്ടും കളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്തേക്ക് തന്നെ ആൾ ഒതുങ്ങിപ്പോയി. നമ്മൾ വന്നതിന് ശേഷം ഒരുപാട് പാരൻസും മക്കളും അംഗൻവാടിയിലേക്ക് വന്നു. എല്ലാ പേരൻസും മക്കളും എത്തിയതിന് ശേഷം ഫോട്ടോഗ്രാഫറെ വിളിച്ചു. അപ്പോൾ ഫോട്ടോഗ്രാഫർ എത്തി. ഈ ഒരു ബ്ലൂ ഷർട്ടാണ് ഫോട്ടോഗ്രാഫർ. ഫോട്ടോഗ്രാഫർ വന്ന് എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം അകത്ത് വെച്ച് വേണ്ട, പുറത്തിരുന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ബെഞ്ചും ഡെസ്കും അതുപോലെ ചെയറൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. ചെറിയ എല്ലാ കുട്ടിപ്പടകളെ എടുത്തിട്ട് ബെഞ്ചിന്റെ മേലെ നിർത്തി. നന്നേ ചെറിയ പിള്ളേരെ ചെയറിൽ ഇരുത്തി. ആദ്യം ഇങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്, പിന്നെ അത് മാറ്റി വേറൊരു ഓർഡറിലാക്കി ഇരുത്തി. ചെറിയൊരു അറേഞ്ച്മെന്റ്സിന് ശേഷം പിന്നീട് നിന്നത് ഇങ്ങനെയായിരുന്നു. എല്ലാവരെയും ഈ ഒരു പോസിൽ നിർത്തി ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഫോട്ടോഗ്രാഫർ ഇറങ്ങിയതിന് പിന്നാലെ പേരൻസും കുട്ടികളെല്ലാം വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മൾ അംഗൻവാടിയിൽ ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ പോവുകയാണ്. 2 ഫോട്ടോ അവന് എടുക്കാനുണ്ട്. ബർത്ത്ഡേ ആയിട്ട് ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 ഫോട്ടോ അവിടെ നിന്ന് എടുക്കാനുണ്ട്. അപ്പോൾ സ്റ്റുഡിയോയിലേക്കാണ് ഇനി പോകാനുള്ളത്. കരിങ്കപ്പാറത്തിന് നല്ലൊരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ 2 പേരും കൂടി പോകുന്നത്. ഇവിടല്ല. ഫോട്ടോ എടുക്കണ്ടായിരുന്നു, ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോസ്റ്റ്യൂമിൽ പല പോസിലുള്ള ഒരുപാട് ഫോട്ടോസ് എടുത്തു.
ഫോട്ടോഗ്രാഫർ പറയുന്നതിനനുസരിച്ചുള്ള പോസുകൾ അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് ശരിയാതെ നേരെ നേരെ നിൽക്കണ്ടേ? ആ ഇനി കൈ 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 ആ ചിരിക്ക് ചിരി. നേരക്ക് 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 കാലി എന്തേ കാലി എന്താ ചിരിക്ക്. വലിയല്ലോ ആ ഒരു കോസ്റ്റ്യൂമിൽ 2-3 ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ചിരിക്ക് റിച്ചു ചിരിക്ക്. നമ്മൾ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ മറ്റൊരു കൂട്ടർ വന്നിരുന്നു. അപ്പം നമ്മൾ ഇറങ്ങിയതിന് ശേഷം അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി. നമ്മൾ കയറി വരുമ്പോൾ തന്നെ സ്റ്റുഡിയോയുടെ ഉള്ളിൽ ഇങ്ങനെയായിട്ടാണ് കാണുന്നത്. പല ടൈപ്പിലുള്ള ഫോട്ടോസ് ഭിത്തികളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അതിനുശേഷം നല്ല ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫർ നമ്മളെ അകത്തേക്ക് വിളിച്ചു. എടുത്ത എല്ലാ ഫോട്ടോസും സൂം ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു.
എടുത്ത എല്ലാ ഫോട്ടോസും സൂം ചെയ്ത് കാണിച്ചു തന്നതിന് ശേഷം ഏറ്റവും നല്ല 5 ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തു. 2 ദിവസത്തിനുള്ളിൽ ഫോട്ടോസ് എല്ലാം റെഡിയാക്കി തരാമെന്ന് അവർ പറഞ്ഞു. ശേഷം ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി. നമ്മളപ്പോൾ അംഗൻവാടിയിൽ പോയി, സ്റ്റുഡിയോയിൽ പോയി, അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ. ബൈ പറ.